നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭയിൽ പിണറായി വിജയനും വി ഡി സതീശനും നേർക്കുനേർ പോരടിച്ച ഒരു വിഷയമുണ്ടായിരുന്നു. അതായത് വി ഡി സതീശനെ അടിച്ചിരുത്താനും തളർത്തുന്നതിനും വേണ്ടി പ്രതിപക്ഷം ഉന്നയിച്ച വലിയൊരു പരിഹാസം. വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയത് എങ്ങനെയാണ്, വലിയ കലാപങ്ങളും ലഹളകളും ഒക്കെ നടത്തിയാണ് മുഖ്യമന്ത്രി കസേര പിടിച്ചെടുത്തതെന്നൊക്കെ പിണറായി വിജയൻ ആക്ഷേപിക്കുകയുണ്ടായി. എന്നാൽ ഇതിന് മറുപടി കൊടുത്തുകൊണ്ട് വി ഡി സതീശൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നടക്കുന്ന CPM-ന്റെ പാർട്ടി യോഗങ്ങളിലൊക്കെ വലിയ വിമർശനം പിണറായിക്കും കൂട്ടർക്കും നേരെ ഉയരുകയാണ്. പിണറായിയും MV ഗോവിന്ദനും ഒക്കെ മാറി നിൽക്കണമെന്നാണ് അവർ പറയുന്നത്. അവരുടെ പാർട്ടിയിൽ വലിയ അടിയും ബഹളവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പരിഹരിക്കാൻ നേരമില്ലാതെയാണ് ഞങ്ങളുടെ പാർട്ടിയിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നടക്കുന്നത്. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം, ആദ്യം നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കൂ എന്നായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത്. എൻ്റെ പ്രസ്ഥാനത്തെ പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയുമെന്നും വി ഡി സതീശൻ അന്ന് പിണറായിക്ക് മറുപടി കൊടുത്തിരുന്നു. ഇതിന് മറുപടിയുമായിട്ട് പിണറായി വിജയൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ഇതെല്ലാം മാധ്യമങ്ങൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല, പാർട്ടിക്കാർക്കിടയിൽ ഒരു ഭിന്നതയുമില്ല, പിളർപ്പുമില്ല, അസ്വാരസ്യങ്ങളുമില്ല. ഇവിടെയെല്ലാം സ്മൂത്തായിട്ടാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വലതുപക്ഷ മാധ്യമങ്ങൾ അടിച്ചിറക്കിയ കാര്യങ്ങളാണ്. CPM-ൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നതെന്ന്. അങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പിണറായി വിജയനെയും ഗോവിന്ദനെയും ചവിട്ടി പുറത്താക്കണമെന്നുള്ള വലിയ മുറവിളി ഇപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. CPM-ൽ MA ബേബിയുടെ നേതൃത്വത്തിൽ പിണറായി വിജയനെയും ഗോവിന്ദനെയും ചവിട്ടി പുറത്താക്കാൻ ഒരു കൂട്ടം തല പൊക്കിക്കഴിഞ്ഞിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പലരും ഇപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും ഒരേ ഒരു ആവശ്യം പിണറായിയും ഗോവിന്ദനും മാറി നിൽക്കണം എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ പരിശോധിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും കടുത്ത ആഭ്യന്തര കലഹങ്ങളിലേക്കും വലിയ ചേരിതിരിവിലേക്കുമാണ് CPM എത്തിയിരിക്കുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതലല്ല, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ CPM-ൽ വലിയ ഒരു പുകച്ചിലുണ്ടായിരുന്നു. ആ പുകച്ചിൽ ഇങ്ങനെ നീറി കത്തി ഇപ്പോൾ പൊട്ടിത്തെറിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പ്രഹരത്തിന് പിന്നാലെ പാർട്ടിയിൽ അസാധാരണമായ അഴിച്ചുപണികളും തീരുമാനങ്ങളും ഉണ്ടാകുമെന്ന സൂചനകൾ ശക്തമാകുന്നു. പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി തിരുത്തൽ വാദവുമായി രംഗത്തെത്തിയതോടെ CPM-ന്റെ ഔദ്യോഗിക നേതൃത്വം പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നു. വരാനിരിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ പാർട്ടിയെ കാത്തിരിക്കുന്നത് വിപ്ലവകരമായ മാറ്റങ്ങളോ അതോ പിളർപ്പിന് സമാനമായ ആഭ്യന്തര യുദ്ധമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. VS പിണറായി യുഗത്തിലെ വിഭാഗീയതയുടെ കറുത്ത നാളുകളെ പോലും വെല്ലുന്ന തരത്തിലുള്ള കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് CPM കടന്നുപോകുന്നത്. ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനും MV ഗോവിന്ദനുമാണ്. കാരണം ഇരുവർക്കും അവരുടെ കസേര നഷ്ടപ്പെടുമോ എന്നുള്ള പേടി ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം പാർട്ടിയിലുള്ള ഓരോരുത്തരും പറയുന്നു പിണറായി വിജയനും ഗോവിന്ദനും മാറി നിൽക്കണമെന്ന്. ആകെ പിണറായി വിജയനും ഗോവിന്ദനും വേണ്ടി കൈ ഉയർത്തുന്നത് ഇരുവരുടെയും ശിങ്കിടികളും ഇരുവരുടെയും പെട്ടിതാങ്ങികളും ഇരുവരുടെയും അനുയായികളും മാത്രമാണ്. ബാക്കി എല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നു ഈ നേതൃത്വം മാറണം, ഇതിനൊരു പൊളിച്ചെഴുത്ത് വേണമെന്ന്. പാർട്ടിക്കുള്ളിലെ അധികാര സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന പുതിയൊരു അച്ചുതണ്ടാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒരേ മനസ്സോടെ ഔദ്യോഗിക പക്ഷത്ത് നിലയുറപ്പിക്കുമ്പോൾ അവരെ നേരിടാൻ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിലെ ജയരാജ തന്ത്രങ്ങൾ കൈകോർത്ത് കഴിഞ്ഞു എന്നാണ് ഒരു വിവരം പുറത്തു വരുന്നത്. EP ജയരാജൻ, P ജയരാജൻ, MV ജയരാജൻ എന്നിവർ ഒന്നിച്ച് മറുപക്ഷത്ത് നിലയുറപ്പിച്ചത് പിണറായി ഗോവിന്ദൻ സഖ്യത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളെയും പാർട്ടി വിട്ടുപോയവരോടുള്ള സമീപനങ്ങളെയും ചൊല്ലി ഇരുപക്ഷവും തമ്മിൽ കടുത്ത പോര് മുറുകുകയാണ്. ഇതിനിടയിൽ ഈ പോരിന് നല്ല ഒന്നാന്തരം പെട്രോൾ ഒഴിച്ചു കൊടുത്തുകൊണ്ട് വിമതന്മാർ കളത്തിലുണ്ട്. അതായത് കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും G സുധാകരനുമൊക്കെ പാർട്ടി നേതൃത്വം മാറണം, പൊളിച്ചെഴുതണം എന്നുള്ള വലിയ ആവശ്യം ഉയർത്തുമ്പോൾ അതും പിണറായിക്കും ഗോവിന്ദനും തിരിച്ചടിയാണ്. കണ്ണൂരിലെ ജയരാജന്മാർ മാത്രമല്ല, KK ശൈലജ ഉൾപ്പെടെ മറ്റൊരു വിഭാഗവും പിണറായിക്കും ഗോവിന്ദനുമെതിരെ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ചെറുപ്പക്കാരിലെ അതായത് യുവതലമുറയിലെ ഒരു കൂട്ടം നേതാക്കളും ഈ നേതൃത്വം മാറണമെന്നുള്ള ആവശ്യം ശക്തമാക്കുകയാണ്. നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ശൈലിക്കെതിരെയും പാർലമെന്ററി പാർട്ടിയിലെ വീഴ്ചകൾക്കെതിരെയും മുൻ ധനമന്ത്രിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KN ബാലഗോപാൽ നടത്തിയ ഒളിയമ്പുകൾ പാർട്ടിക്കുള്ളിൽ വലിയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചത്.
പിണറായി വിജയൻ വേണ്ടത്ര തിളങ്ങുന്നില്ല എന്ന വികാരം പരസ്യമാക്കിയ ബാലഗോപാലിനെ രാഷ്ട്രീയമായി തളയ്ക്കാനുള്ള തന്ത്രങ്ങൾ അണിയറയിൽ സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി LDFിലെ രണ്ടാം കക്ഷിയായ CPIക്ക് പ്രതിപക്ഷ ഉപനേതാവ് പദവി വിട്ടു നൽകാനാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ ആലോചന. ഉപനേതാവ് പദവി വഴിമാറുന്നതോടെ ബാലഗോപാലിന്റെ പാർലമെന്ററി സ്വാധീനവും പ്രസക്തിയും വെട്ടിച്ചുരുക്കാൻ സാധിക്കുമെന്നാണ് പിണറായി അനുകൂലികൾ കരുതുന്നത്. അതായത് തോറ്റമ്പിയപ്പോൾ പ്രതിപക്ഷത്തേക്ക് എത്തുന്നു എന്ന് ഇടതുപക്ഷത്തിന് ബോധ്യമായപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് പദവി CPI ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അങ്ങനെ ഒരു പദവി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് CPIയെ അടിച്ചിരുത്തുകയായിരുന്നു പിണറായി പക്ഷക്കാർ ചെയ്തത്. ഉപനേതാവായിട്ട് ബാലഗോപാലിനെ കൊണ്ടുവരണമെന്നുള്ള വലിയ ആവശ്യം ഉറവിളി ഉയർന്നിരുന്നു. അതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ CPIക്ക് പ്രതിപക്ഷ ഉപനേതാവ് കസേര കൊടുക്കാൻ പിണറായി പക്ഷക്കാർ ഒരു കളി നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ബാലഗോപാലിനെ അങ്ങ് വെട്ടാമല്ലോ. തനിക്ക് പകരക്കാരനായി അങ്ങനെ ഇപ്പോൾ ബാലഗോപാൽ വരണ്ട എന്നാണ് പിണറായിയുടെ കണക്കുകൂട്ടൽ. പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പുത്തുലത്ത് ദിനേശന് നേരെയും ഔദ്യോഗിക പക്ഷത്തിന്റെ വാള് ഓങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പുത്തലത്ത് ദിനേശൻ എഴുതിയ കുറിപ്പുകളും വിശകലനങ്ങളും പാർട്ടി ലൈനിന് വിരുദ്ധമാണെന്നാണ് ഗോവിന്ദൻ പക്ഷത്തിന്റെ വിലയിരുത്തൽ. തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ തുറന്നു പറഞ്ഞ് പാർട്ടിയെ തിരുത്താൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ലേഖനം ദേശാഭിമാനി ചീഫ് എഡിറ്ററുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുരുതരമായ അച്ചടക്ക ലംഘനമായിട്ടാണ് ഇവർ കാണുന്നത്. ഇതോടെ പുത്തുലത്ത് ദിനേശനെ മാറ്റണമെന്നാണ് MV ഗോവിന്ദൻ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാൻ ചർച്ചകൾ നടന്നപ്പോൾ ഗോവിന്ദൻ തന്നെ ഇടപെട്ട് അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി MA ബേബിയാണ് തിരുത്തൽ വാദത്തിന്റെ ആദ്യ വെടിപൊട്ടിച്ചത്. എന്നാൽ തോൽവിയുടെ പേരിൽ വ്യക്തികളെ മാത്രം കുറ്റപ്പെടുത്താൻ പാർട്ടി മുതിരാറില്ലെന്ന് വ്യക്തമാക്കി പിണറായിയും ഗോവിന്ദനും ചേർന്ന് ബേബിയെ പ്രതിരോധിച്ചു. എന്നാൽ ഇതിന് പിന്നാലെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥിത്വം പിഴച്ചുവെന്ന് പരസ്യമായി തുറന്നു പറഞ്ഞ് MV ജയരാജൻ രംഗത്തെത്തിയത് ഗോവിന്ദനെ ചൊടിപ്പിച്ചു. പാർട്ടി വിട്ടുപോയ TK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും തിരികെ കൊണ്ടുവരണമെന്ന ജയരാജന്റെ വാദത്തെ വർഗവഞ്ചകർക്ക് ഈ പാർട്ടിയിൽ സ്ഥാനമില്ല എന്ന് തുറന്നടിച്ചായിരുന്നു ഗോവിന്ദൻ തള്ളിക്കളഞ്ഞത്. മുൻപത്തെ പോലെ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ പൂർണ്ണമായി വിധേയത്വം കാട്ടാൻ സംസ്ഥാന കമ്മിറ്റിയിലെയും സെക്രട്ടേറിയറ്റിലെയും ഭൂരിഭാഗം നേതാക്കളും ഇപ്പോൾ തയ്യാറല്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ നേതാക്കൾ പഴയ വിധേയ സ്വരത്തിലല്ല സംസാരിക്കുന്നത്. സംഘടനയിലും പാർലമെന്ററി രംഗത്തും ഒരേപോലെ വലിയ അഴിച്ചുപണിയും മാറ്റവും വേണമെന്ന് വാദിക്കുന്ന ഒരു വലിയ വിഭാഗം നേതാക്കൾ പാർട്ടിയിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം വിദേശ നിക്ഷേപ കാര്യത്തിൽ പാർട്ടി മുഖപത്രം എടുത്ത നിലപാടിനെ പിണറായി വിജയനും തോമസ് ഐസക്കും കയ്യോടെ തള്ളിയതും നേതൃത്വത്തിന് കീഴിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഈ അസാധാരണ സാഹചര്യത്തിൽ എന്തും സംഭവിക്കാം. അതായത് പാർട്ടി വലിയ പിളർപ്പിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. എന്തായാലും പാർട്ടിക്കാരുടെയും ഒരു കൂട്ടം നേതാക്കളുടെയും ആവശ്യം പിണറായിയും ഗോവിന്ദനും മാറി നിൽക്കണമെന്നത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.